ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിംനാനിം. എങ്ങോട്ടാണ് യാത്ര എന്നല്ലേ? വീട്ടിലേക്കാണ്, നാട്ടിലേക്കൊരു യാത്ര, ഓണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ നാട്ടിലേക്ക് പോയിട്ടുള്ളത്, ഒരു 6 മാസമായിട്ടുണ്ടാവും. എൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ KSRTC ഡിപ്പോയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാനൊരു ലോ ഫ്ലോർ ബ്ലൗസാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. കുറേ കൊതുകടിയൊക്കെ കൊണ്ട് അവിടെ നിന്നു ഞങ്ങൾ. എൻ്റെ അനിയൻകുട്ടനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ വന്നത്. അവൻ എന്നെ സേഫാക്കി ബസ്സൊക്കെ കയറ്റിയതിന് ശേഷം അവൻ പോയി. മോഷൻ സിക്നസ് ഉള്ളതുകൊണ്ട് ഈ ബസ്സൊക്കെ നിർത്തി 2-3 വട്ടം ഛർദ്ദിക്കേണ്ടി വന്നു. ആകെ ടോട്ടലി ടയേർഡാണ് ഗൈസ്. ഇനിയിപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് ഋതു ഉറങ്ങിയാണ്. അപ്പോൾ അവർക്ക് അമ്പലത്തിൽ പോകാനുള്ള കാര്യങ്ങളും ഒക്കെ വിശദീകരിച്ച് കൊടുക്കും. അങ്ങനെ എനിക്ക് 2 ഓണക്കോടികളാണ് കിട്ടിയത്. ഒന്ന് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വകയും അതുപോലെ അച്ഛൻ്റെ വകയും. ഡ്രസ്സ് കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഗൈസ്. ഇനി ഫ്രഷ് ആയിട്ട് വന്നു. ഇനി നമ്മളുടെ അമ്പലത്തിൽ പോകാനുള്ള കുറച്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളുമുണ്ട്. ചേട്ടനില്ലാത്തതുകൊണ്ട് ഭയങ്കര മിസ്സിങ് ഉണ്ട് എനിക്ക്. കാരണം ഇനി എന്നാണ് ലീവ് എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇനി നെക്സ്റ്റുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഡ്രസ്സൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ധാവണി സെറ്റ്. ഇതാണ് ഞാനിപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടായിട്ടുള്ള പോലെ തോന്നും. സാരി എടുക്കുന്നതിനെ കാണിച്ച് കുറച്ചുകൂടെ കംഫർട്ടായി പോകുന്നത് എൻ്റെ മമ്മയാണ് ഇതൊക്കെ തയ്ച്ച് തന്നത്. ഫുൾ ക്രെഡിറ്റ്, ഇതിൻ്റെ ധാവണീൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ അമ്മയ്ക്കാണ് കൊടുക്കേണ്ടത്. കാരണം കഷ്ടപ്പെട്ട് ആളിരുന്ന് തയ്ച്ചാണോ എനിക്ക് ഓണത്തിന് ഇടാൻ വേണ്ടി. ഇനി ചേട്ടൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിക്കും. അയ്യോ വീണുപോയി. അയ്യോ ഇഷ്ടായോ? വായോ ഇങ്ങോട്ട് വായോ. മുല്ലപ്പൂ മുല്ലപ്പൂ എവിടെ വെക്കുക? ഇങ്ങനെ വെച്ചാലോ? ഉണ്ണിയാർച്ച പോലെ വെച്ചാലോ? അയ്യോ അയ്യോ അമ്മേ എന്റെ കൈ കുടുങ്ങി. സൂപ്പർ. നമ്മൾ നാട്ടിലെത്തുമ്പോഴാണ് ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറച്ച് ഒഴിയുന്നത്. കാരണം ജോലി ടൈം, ജോലി ഇത് തന്നെയായിട്ട് നമ്മളെ മൈൻഡ് ഫുൾ ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കും. അപ്പം നാട്ടിലൊക്കെ എത്തിക്കഴിയുമ്പോഴായിരിക്കും എൻ്റെ മൈൻഡ് സത്യത്തിൽ സെറ്റാകുന്നു. പക്ഷേ ലീവിൻ്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഒരു വിഷമം തോന്നുന്നത്. കാരണം പണ്ട് സ്കൂളിലൊക്കെ ആകുമ്പോൾ 2 മാസം ലീവ്, അങ്ങനെയൊക്കെയുള്ള ലീവുകൾ ഉണ്ടായിരുന്നു. ഓണത്തിന് 10 ദിവസം ലീവ്, ഇതൊന്നും ഇപ്പം ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ അമ്പലത്തേക്ക് എത്തി. ഇനി കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഋതു ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അവൾ തൊഴുത് വരുന്ന കുറച്ച് വീഡിയോസും പിക്സൊക്കെ ഞാൻ എടുത്തിട്ട്. അപ്പോൾ 1 അവർ ഞങ്ങളതായ അമ്പലത്തിൻ്റെ ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊന്നും അവരുടെ ചേട്ടൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് എടുത്തു. ഇത് തൃക്കാക്കരപ്പൻ. ഞാൻ ഇങ്ങനത്തെ ഒന്നും എൻ്റെ നാട്ടിൽ കണ്ടിട്ടില്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. ഇങ്ങനെ 3 നേരം നേദ്യം കൊടുക്കുക, പഴവും പപ്പടമൊക്കെ വെച്ച് ഒക്കെ കൊടുക്കുക എന്നുള്ളൊരു സിസ്റ്റമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. ഈ മണ്ണുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. അപ്പം നല്ല വൃത്തിയുള്ള മണ്ണ് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഇനി അടുത്ത പ്രിപ്പറേഷൻ സദ്യേൻ്റെ പ്രിപ്പറേഷൻ. ഞങ്ങൾ വന്നപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇനി ഇപ്പോൾ ചായ കുടിക്കാനുണ്ട്. അതേപോലെ തന്നെ സദ്യേൻ്റെ പ്രിപ്പറേഷൻസ് കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാണ്ട്. മട്ടൻ പായസവും കേബേജ് തോരനും ഒട്ടുമിക്ക കാര്യങ്ങളും അച്ഛനും അമ്മയും തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചീൻ്റെ സ്പെഷ്യലായിട്ടുള്ള കേബേജ് തോരനും പിന്നെ ചേട്ടൻ്റെ നല്ല സ്പെഷ്യൽ അടപ്പായസം. അടപ്പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പായസത്തിനെക്കാട്ടും കൂടുതൽ എനിക്ക് അടി ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. പിന്നെ ഞങ്ങൾ നേരത്തെ തന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ കുറേ പേരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കണം. വിശപ്പൊന്നുമില്ല, എന്നാലും കുറച്ച് നേരത്തെ കഴിക്കാൻ വിചാരിച്ചു. പിന്നെ നമുക്ക് അവർ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നേരത്തെ തന്നെ അവൾ സീറ്റൊക്കെ വലിച്ച് അവിടെ സെറ്റാക്കി ഇരുന്നിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ അമ്മായിമ്മ. അപ്പോൾ എല്ലാവരും വിളമ്പിയൊക്കെ തന്നത്. നമ്മൾ നാട്ടിലെ ചോറ്, ഇതൊക്കെ നമ്മൾ വീടൊക്കെ വിടുമ്പോഴാണ് ഇത് ശരിക്കും മിസ് ചെയ്യുന്നത്. വീട്ടിലെ ചോറും കാര്യങ്ങളും. പിന്നെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെ നമ്മളെ കാക്കയാണിത്.
അപ്പം അവരൊക്കെ വന്നു, കുറേ ഫ്രണ്ട്സ് വന്നു, ചേട്ടൻ്റെ കുറേ ഫ്രണ്ട്സാണിത്. അവർ കുറേ നേരം വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരു 7-8 പേരുണ്ടായിരുന്നു. അങ്ങനെ അവരെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഫ്രണ്ട്സും കാര്യങ്ങളും ഇതൊക്കെ വരുന്നതാണല്ലോ നമുക്ക് ഓണത്തിനൊരു ആഘോഷം എന്നൊക്കെ പറയുന്നത്. ഇവരൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഓണമായി എന്നൊക്കെ ഒരു ഫീൽ വരുന്നത്. അങ്ങനെ സദ്യ എല്ലാം കഴിഞ്ഞു. ഇനി ഉള്ള ഡെലിവറി ബോയ് ആവാനുള്ള ഒരു പ്രിപ്പറേഷനാണ്. സൊമാറ്റോ ഡെലിവറി ഒന്നല്ല, വീട്ടിൽ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയ സദ്യേൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടുകളിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ വീട്ടിൽ കുറേ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു ഈവനിങ്. അവരായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ വല്യച്ഛൻ്റെ വീട്ടിലൊക്കെ കുറേ പോകാനുണ്ടായിരുന്നു. അതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക.